2025 ഏപ്രിൽ 10 മുതൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് ആവുകയാണല്ലോ. കെ സ്മാർട്ട് ആകുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അക്കൗണ്ടന്റുമാരും അതുപോലെ ക്ലർക്കുമാരും ഒക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ നമുക്കൊരു ബാങ്ക് കെ സ്മാർട്ടിലേക്ക് ആഡ് ചെയ്യാം, ചെക്ക് എങ്ങനെ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സർവീസുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞ് കാണും. ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ബാങ്ക് ആഡിങ്, ചെക്ക് ബുക്ക് ആഡിങ്, അതുപോലെ തന്നെ പേയ്മെന്റ് ഓർഡർ, പേയ്മെന്റ്, ഈ 4 സർവീസുകൾ നിർബന്ധമായിട്ടും അക്കൗണ്ടന്റ് തന്നെ ഓപ്പറേറ്ററായിട്ട് സർവീസ് മാപ്പ് ചെയ്തിരിക്കണം. പേയ്മെന്റുകൾ ചെയ്യുന്നതിന് മുമ്പും രസീത് ഫ്രണ്ട് ഓഫീസിൽ എടുക്കുന്നതിനുമൊക്കെ ആദ്യം നമുക്ക് നമ്മുടെ ബാങ്കുകളെല്ലാം കെ സ്മാർട്ടിലേക്ക് ആഡ് ചെയ്യണം. ബാങ്കുകൾ മാത്രമല്ല, ബാങ്കുകളും ട്രഷറികളും, നിലവിൽ ആക്റ്റീവായ എല്ലാ ബാങ്കുകളും ട്രഷറികളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ILGMSലുള്ള എല്ലാ ആക്റ്റീവ് ബാങ്കുകളും ട്രഷറികളും നമ്മൾ കെ സ്മാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ബാങ്ക് ആഡ് ചെയ്യാൻ നോക്കാം. അക്കൗണ്ടന്റ് ആണ് ലോഗിൻ ചെയ്യേണ്ടത്. അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു, ക്യാഷ് ഡിക്ലറേഷൻ കൊടുത്തു. സർവീസ് ഇന്ന് ഫിനാൻസ് മാനേജ്മെന്റ്, അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ എന്ന കാർഡ് ലഭിച്ചില്ലെങ്കിൽ തന്നെ ആദ്യം മനസ്സിലാക്കണം, ആ സർവീസ് എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സർവീസ് മാപ്പിങ്ങിൽ പോയി അക്കൗണ്ടന്റ് ഓപ്പറേറ്ററായിട്ട് അത് മാപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ സർവീസ് ഇവിടെ ഹെഡ് കോഡ് ആൻഡ് നെയിം എന്ന ഭാഗത്ത് 450-2101 എന്ന ഹെഡ് സെലക്ട് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളും, ഇനി 450-2201 എന്ന ഹെഡാണെങ്കിൽ ട്രഷറി അക്കൗണ്ടുകളുമാണ്, ഇത് രണ്ടും ചേർത്ത് ആഡ് ചെയ്യണം. സബ്ലെഡ്ജർ നെയിം എന്ന ഭാഗത്ത് ആ അക്കൗണ്ട് ഏത് ആവശ്യത്തിനാണുള്ളത് അത് കൊടുക്കണം. ഈ സബ്ലെഡ്ജർ എന്ന ഭാഗം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ഗ്രാൻഡ് ഉണ്ട്. ഹെൽത്ത് ഗ്രാൻഡ് 3 സ്കീമുകളിലായിട്ട് പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ ധനകാര്യ കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഈ ഫണ്ടുകൾ വരുമ്പോൾ അതിൻ്റെ സബ്ലെഡ്ജർ ഭാഗത്ത് ആ ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കണം. കാര്യം നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ പേര് വിസിബിൾ ആവുന്നത് ഈ സബ്ലെഡ്ജറിൽ കൊടുത്ത രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ബാങ്ക് അപ്പോൾ നമുക്ക് പേയ്മെന്റ് സമയത്തും മറ്റൊക്കെ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും താഴെയായിട്ട് നമ്മൾ ബാങ്ക് ആഡ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നെറ്റ് ബാങ്കിങ് എനേബിൾഡ്, ഡിഫാൾട്ട് ബാങ്ക്, ഇ-പേ ബാങ്ക് എന്നിവ കാണാം. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ബാങ്കിന് ഡിഫാൾട്ട് ബാങ്ക് ആയിരിക്കണം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഓൺ ഫണ്ട് ബാങ്ക് ആയിരിക്കും. ഒരു ബാങ്കിന് മാത്രമേ ഡിഫാൾട്ട് ബാങ്ക് ആക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ നെറ്റ് ബാങ്കിങ് എവിടെയാണോ നമുക്ക് ഇ-പേയ്മെന്റ് പൈസയും മറ്റുമൊക്കെ വരുന്നത് അവിടെ നമ്മൾ ഇ-പേ സെലക്ട് ചെയ്ത് കൊടുക്കണം. ബാങ്കിന്റെ വിവരങ്ങൾ ഒരിക്കൽ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഡിഫാൾട്ട് ബാങ്ക്, ഇ-പേയ്മെന്റ്, നെറ്റ് ബാങ്കിങ് ഇനേബിൾഡ് ഈ 3 വിവരങ്ങൾ ഒഴിച്ച് മറ്റൊന്നും പിന്നീട് എഡിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ബാങ്ക് ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഒരു ബാങ്ക് ഇപ്പോൾ ആഡ് ചെയ്താണ് കാണിച്ചത്, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ട്രഷറി അക്കൗണ്ടുകളും ഇവിടെ ആഡ് ചെയ്യണം. എല്ലാ ബാങ്കുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ജോലി, നമ്മുടെ കയ്യിൽ നിലവിലുള്ള ചെക്ക് ബുക്കുകളെല്ലാം ഈ അതത് ബാങ്കുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2025 ഏപ്രിൽ 1 മുതൽ നമുക്ക് ILGMS ഇല്ലായിരുന്നു. ഏപ്രിൽ 10 കെ സ്മാർട്ട് വരുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യ പേയ്മെന്റുകളെല്ലാം, ഇലക്ട്രിസിറ്റി ചാർജും ടെലിഫോൺ ബില്ലും ചില റിക്കവറി പേയ്മെന്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാനുവലായിട്ട് നമ്മൾ ചെക്ക് എഴുതി നമ്മൾ അടച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ചെക്ക് ബുക്ക്, ഇതെല്ലാം ഈ കണക്കുകളൊക്കെ നമുക്ക് കെ സ്മാർട്ടിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ചെക്ക് ബുക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ മാനുവലായിട്ട് എഴുതി കൊടുത്ത ചെക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫുകളുടെ നമ്പറും കൂടി കൊടുത്ത് വേണം ചെക്ക് ബുക്ക് ആഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം വിചാരിക്കുന്നു. ഇപ്പോൾ ഓൺ ഫണ്ടിൽ നിങ്ങൾ 5 ചെക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കെ സ്മാർട്ട് വരുന്നതിന് മുമ്പ് ഈ 10 ദിവസത്തിനകത്ത്. അങ്ങനെയെങ്കിൽ ആ 5 ചെക്കുകളും കൂടി ചേർത്ത് ആ 5 ചെക്കുകളുടെ നമ്പർ കൂടി ചേർത്ത് വേണം ഇവിടെ കൊടുക്കാൻ. കാര്യം എങ്കിൽ മാത്രമേ ആ കണക്കുകൾ നമുക്ക് കെ സ്മാർട്ടിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇത് ചെക്ക് ആഡ് ചെയ്യാനായിട്ട് ഫിനാൻസ് മോഡ്യൂളിലെ ചെക്ക് എൻട്രി സെലക്ട് ചെയ്തു. ഏത് ബാങ്കിന്റെ ചെക്കാണോ ആഡ് ചെയ്യേണ്ടത് ആ ബാങ്ക് സെലക്ട് ചെയ്ത് കയ്യിലുള്ള ചെക്ക് ബുക്കിലെ ലീഫിന്റെ സ്റ്റാർട്ടിംഗ് നമ്പറും എൻഡിങ് നമ്പറും കൊടുക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും പേയ്മെന്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് നമ്പറോട് ചേർത്ത് ആഡ് ചെയ്യണം. ഓക്കെ, ഇദ്ദേഹത്തെ നമ്മൾ സേവ് ചെയ്ത ചെക്കിന്റെ വിവരങ്ങളൊക്കെ താഴെ ഗ്രിഡിൽ ലിസ്റ്റ് ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ചെക്കിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ചെക്കാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അവിടെ കിട്ടും.